ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഇക്കൊല്ലത്തെ റമദാനിലെ ലാസ്റ്റത്തെ ഇഫ്താർ വ്ളോഗാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈദിനായാലും ചെറിയ പെരുന്നാളിന് പാർട്ടിയിലായാലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ഇക്കാൻ്റെ വീട്ടിലേക്ക് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയ 2 സ്നാക്ക് റെസിപ്പീസും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് പുഡിങ്ങാണ്. ഈദിന് ചെറിയ പെരുന്നാളിനായാലും പാർട്ടിയിലായാലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കണം. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. മിക്സിയിൽ കറക്കിയിട്ട് ഒഴിച്ചിട്ട് പോള ചുടുന്നതിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. പഞ്ചസാര പൊടിച്ചതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കുക. എല്ലാം മിക്സിയിൽ തന്നെ ചെയ്യുന്നത്, ബീറ്ററോ ഒന്നും വേണ്ട. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. 1/3 കപ്പ് ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലായാലും കുഴപ്പമില്ല. 1 ടീസ്പൂണ് വാനില എസൻസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതിന് ശേഷം 3 മുട്ട, 1/2 കപ്പ് പാല്, 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടെ നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡ, രണ്ടും 1/2 ടീസ്പൂൺ വീതം തന്നെ എടുത്തത്, 1/3 കപ്പ് കൊക്കോ പൗഡർ. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ ചേർക്കണം. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ എത്തുന്ന രീതിയിൽ അരിപ്പിയിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സ് ആക്കുന്നതിൽ മെത്തേഡൊന്നുമില്ല, 1 കട്ട് ഫോൾഡ് മെത്തേഡ് ഒന്നുമില്ല. ഒരേ ഡയറക്ഷനിൽ സാവധാനം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയാൽ ബാറ്റർ റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്കും പോലും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാനിപ്പം ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ്. ഇതിൻ്റെ ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ പോള, കുംസ് എല്ലാം കുക്ക് ചെയ്യുന്ന പോലെ അടികട്ടിയുള്ള ഏതെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് കവർ ചെയ്യുന്ന അടപ്പും ഉണ്ടെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഓവനിലായതുകൊണ്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ എടുത്തത്. ഞാനിപ്പോൾ പുഡിങ്ങിന് വേണ്ടി ആക്കുന്നത് കൊണ്ട് തന്നെ അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചതാണ്. പിന്നെ അത് കട്ട് ചെയ്ത് വേറെ പാത്രത്തിൽ സെറ്റ് ചെയ്യാനൊന്നും വെക്കണ്ടല്ലോ, അതുകൊണ്ട് അതേ പാത്രത്തിൽ തന്നെ ബേക്ക് ചെയ്യാൻ വെച്ചതാണ്. ഇത് സാധാരണ അടികട്ടിയുള്ള ഏത് പാത്രത്തിൽ, അടിക്ക് പിടിക്കാത്ത ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. വൈകുന്നേരത്തെ ചായക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കേക്കാണെന്നൊന്നും പറയില്ല. കേക്കിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അതിന് ശേഷം മുകളിലത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിന്, ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പുഡിങ്ങിനല്ല ചെയ്യുന്നത് അതുകൊണ്ട്. എന്നിട്ട് ആ അടിയിലത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചാലും നല്ലതാണ്. ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ബ്രെഡ് വെച്ച് കൊടുത്താലും മതി ഫസ്റ്റ് ലെയറായിട്ട്. ഇനി അടുത്തതായിട്ട് നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കാരമലായിട്ട് വരും. ഷുഗർ മെൽറ്റായിട്ട് ഇതുപോലെ കളറെല്ലാം ചേഞ്ചായിട്ട് ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പം തന്നെ ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇളക്കാനൊന്നും പാടില്ല. ഇതുപോലെ കളർ ചേഞ്ചായിട്ട് വന്നാൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ ഇതുപോലെ ഷുഗറെല്ലാം മെൽറ്റായിട്ട് ഈ ഒരു കളർ ആകുമ്പം തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഷുഗറിൻ്റെ കളറെല്ലാം ചേഞ്ചായിട്ട് ഈ ഒരു കളർ ആകുമ്പം തന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റായിട്ട് ഇതുപോലെ ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പീനട്ട്സ്, 1/4 കപ്പ് തന്നെ കാഷ്യൂ നട്ട്സും, ഇനി നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സാക്കുക.
കാരമലൈസ് ചെയ്ത ഷുഗർ നട്ട്സിൽ മൊത്തത്തിൽ ഇതുപോലെ കവറായിട്ട് വന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ബേക്കിംഗ് പേപ്പറിലേക്കോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഏതെങ്കിലും പാത്രത്തിൽ ബട്ടർ തടവിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അതവിടെ സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. നട്ട്സ് കാരമലൈസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്, മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ചെയ്യാൻ പോകുന്നതാണ് രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പഞ്ചസാരൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് ഇതുപോലെ വന്നാൽ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു കളറായിട്ട് വന്നാൽ ഇതിലേക്ക് 1/3 കപ്പ് ഒരു 5 ടേബിൾ സ്പൂൺ ഉണ്ടാവും വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർത്ത് കൊടുത്ത പാടെ തന്നെ ഷുഗർ ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ ഷുഗറെല്ലാം മെൽറ്റായിട്ട് ആ കട്ടയെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് സംശയം വരുന്നത് കൊണ്ടാണ് അങ്ങനെ തന്നെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ ഷുഗർ കാരമലൈസ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കളർ ചേഞ്ചായിട്ട് വന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാക്കി എല്ലാ സ്റ്റെപ്പും ചെയ്യേണ്ടത്. ഇനി ആ വെള്ളം എല്ലാം നല്ലോണം തിളച്ച് ഷുഗറെല്ലാം നല്ലോണം മെൽറ്റായിട്ട് വന്നാൽ അതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തതിന്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവാണ് കാണിക്കുന്നത്. സാധാരണ ഒരു പുഡിങ്ങിൻ്റെ പാത്രമാണ്, ഇതിൻ്റെ നേർപകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ആ ബട്ടർ മെൽറ്റായിട്ട് വന്നാൽ ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തത്. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെ ചേർക്കാൻ നോക്കുക. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിക്കുക. ക്രീം ചേർത്ത് കൊടുത്ത പാടെ പാല് പിരിഞ്ഞ പോലെ ഉണ്ടാവും. നല്ലോണം ക്കുമ്പം അത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം തിളച്ച് വന്നാൽ ഇതിലേക്ക് 1 കപ്പ് വറുത്ത പീനട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സ്നിക്കേഴ്സ് പുഡിങ്ങാണ്. സ്നിക്കേഴ്സ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റിൽ വരുന്ന ഒരു പുഡിങ്ങാണ്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. പീനട്ട്സ് എല്ലാം നല്ലോണം കാരമൽ സോസിൽ മിക്സായിട്ട് എടുക്കുക. അപ്പോൾ ഇത് കാരമൽ സോസിൽ പീനട്ട്സ് ചേർത്തതാണ്. അപ്പോൾ ഈ പീനട്ട് തന്നെ ചേർക്കാൻ നോക്കുക. ഇതിന് പകരമായിട്ട് ബദാമോ കാഷ്യനട്ടോ ചേർത്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ സ്നിക്കേഴ്സ് ചോക്ലേറ്റിൽ പീനട്ട്സ് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലോണം തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിനി തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ചൂടാറിയിട്ട് വരും. ചൂടാറിയിട്ട് വന്നാൽ കുറച്ചും കൂടെ കട്ടിയിലാവും കേട്ടോ. കാരമൽ സോസ് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ആ ടൈമിൽ നേരത്തെ കാരമലൈസ്ഡ് നട്ട്സ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കലാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സാധാരണ നട്ട്സ് മേലെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കാരമലൈസ്ഡ് നട്ട്സ് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഞാൻ ചോപ്പറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു ജാറിലിട്ട് ക്രഷ് ചെയ്താൽ പൊടിയൂല കേട്ടോ, നല്ലോണം ക്രഷായിട്ട് വരും. ഈ നട്ട്സ് അമ്മിക്കല്ലിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുത്തിയെടുക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്താലും മതി. ഞാനിപ്പം പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിപ്പം പൊടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ലോണം ക്രഷായിട്ട് ഒരുപോലെ ക്രഷായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു ചോപ്പറിൽ ഇട്ട് കൊടുത്തത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ തന്നെ വെച്ചാലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉറുമ്പ് കയറും കേട്ടോ. പിന്നെ ഇതെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ പുഡിങ് സെറ്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ നട്ട്സ് കാരമലൈസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതിപ്പം നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. തണിയുന്നോറും ഇത് കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കാരമൽ സോസിൽ പീനട്ട്സ് ചേർത്തതാണ്. ഇനി ഇത് സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കണം. അപ്പം നേരത്തെ ഫസ്റ്റ് ലെയർ കേക്കിൻ്റെ ആ ലെയർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനി. ഫസ്റ്റ് ലെയർ കേക്ക് നല്ലോണം തണുത്ത് വന്നതിന് ശേഷമാണ് സെക്കൻഡ് ലെയർ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേക്കിലേക്ക് കാരമൽ സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ കേക്ക് നല്ലോണം വെറ്റായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ഇനി വേറെ പാലോ സിറപ്പോ ഒന്നും ഒഴിച്ചിട്ട് വെറ്റാക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാരമൽ സോസിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിന്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് സെറ്റാൻ വെക്കുന്നുണ്ട്. ബാക്കി പകുതി മുകളിൽ 4th ലെയറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി തേർഡ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിപ്പം 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തത്. മിൽക്ക് ചോക്ലേറ്റ് എടുത്താലും മതി. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് മാത്രമാണെങ്കിൽ 1/2 കപ്പ് മതി കേട്ടോ. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ് 1 കപ്പ് എടുത്തത്. അപ്പോൾ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ എടുക്കുക. അതിലേക്ക് ഞാനിപ്പം 1/2 കപ്പ് ചൂട് പാലാണ് ഒഴിച്ചു കൊടുത്തിന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 1/2 കപ്പ് ചോക്ലേറ്റാണ് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുത്താൽ, നല്ല ചൂട് പാൽ ചേർത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. അത് നല്ലോണം മിക്സാക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ചോക്ലേറ്റ് അവിടെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിന്. ഈ ഒരു പുഡിങ്ങിന് മാത്രമാണെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീം ചോക്ലേറ്റും ഡബിൾ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടി മാത്രമാണെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ചോക്ലേറ്റും എടുത്താൽ മതി. വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റാക്കി എടുത്തിന്. ഇത് ബീറ്റർ കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല, ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. കേക്കിന് ചെയ്യുന്ന പോലെ നല്ല സ്റ്റിഫായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും നേരത്തെ മെൽറ്റാക്കി വെച്ച ചോക്ലേറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തത് കൊണ്ടാണ് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തത്. ഈ ഒരു പുഡിങ്ങിന് വേണ്ടി മാത്രമാണെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ മെൽറ്റാക്കി വെച്ച ചോക്ലേറ്റ് 1 കപ്പ് ചോക്ലേറ്റ് ഉണ്ട്, അതിൽ നിന്ന് 1/2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത നട്ട്സ് നിന്ന് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് മിൽക്ക് മെയ്ഡിന് പകരം മിൽക്ക് മെയ്ഡ് ടോഫി ആക്കിയിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ പെട്ടെന്നെല്ലാം ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ടോഫി ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ടോഫി ആക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കുക്കറിൽ മിൽക്ക് മെയ്ഡ് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കർ കവർ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. പ്രഷറെല്ലാം ഒന്ന് സെറ്റിലായതിന് ശേഷം ഓപ്പൺ ആക്കിയാൽ മിൽക്ക് മെയ്ഡ് ടോഫി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇതിപ്പം എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തേർഡ് ലെയറായിട്ട് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ടോഫി ആക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കർ നല്ലോണം തണുത്തതിന് ശേഷം, അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ആക്കേണ്ടത്. 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആക്കേണ്ടത്. എന്നാലാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് ടോഫി. പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ആ ബോട്ടിലും നല്ലോണം തണുത്തതിന് ശേഷമാണ് ഓപ്പൺ ആക്കേണ്ടത്. അപ്പോൾ എന്നാലാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ടോഫി ആയിട്ട് കിട്ടൽ. പിന്നെ ഇതിലേക്ക് പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മൂന്നാമത്തെ ലെയർ വിപ്പിംഗ് ക്രീം കൊടുത്തതിന് ശേഷം സെറ്റാവാൻ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മുകളിൽ തന്നെ നേരത്തെ ബാക്കി വെച്ച ആ കാരമൽ സോസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക. ഇത് കുറേശ്ശായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഒരു പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്കാണെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് ചോക്ലേറ്റ് മെൽറ്റാക്കിയതുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പ് ചോക്ലേറ്റ് മെൽറ്റാക്കിയതിൽ നിന്ന് പകുതി മാറ്റി വയ്ക്കുക, ബാക്കി പകുതി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീമും ആ കാരമൽ സോസും ചോക്ലേറ്റും എല്ലാം കൂടെ മിക്സായിട്ടാണ് ഈ 4th ലെയർ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഡെക്കറേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കാരമൽ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കൂടിപ്പോയിനി, അതാണ് പുഡിങ്ങിൻ്റെ പാത്രം നിറഞ്ഞ് നിൽക്കുന്നത്. ഇത് സെറ്റായി കഴിയുമ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കാരമലൈസ്ഡ് നട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും നട്ട്സ് മുകളിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതുപോലെ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. പുഡിങ് ഇപ്പോൾ റെഡിയായി. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടമാവും. ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ എളുപ്പം തന്നെയാണ്. ഇനി അഥവാ ടൈം ഇല്ലെങ്കിൽ അടിയിൽ ബ്രെഡ് വെച്ചിട്ട് ലെയർ ചെയ്താലും മതി കേട്ടോ. ഇനി അടുത്ത സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക.
ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക, മിൽക്ക് പൗഡർ. പാൽപ്പൊടി ഇല്ലെങ്കിൽ പാലിൽ കുഴച്ചെടുത്താലും മതി, ഇളം ചൂട് പാലിൽ കുഴച്ചെടുത്താലും മതി. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇളം ചൂട് വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇളം ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുക. സാധാരണ കുബൂസിനെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക. വെള്ളത്തിൻ്റെ ചൂട് അധികം ആകാൻ പാടില്ല കേട്ടോ. ഇളം ചൂട് വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക. ഇനി നിങ്ങൾ പാലിലാണ് കുഴക്കുന്നതെങ്കിൽ ഇളം ചൂട് പാലിൽ കുഴച്ചെടുക്കുക. എനിക്കിപ്പോൾ 4 കപ്പ് മൈദക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്, ഇളം ചൂട് വെള്ളം. അത് ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടില്ല. ഞാനിപ്പോൾ ചെറുതായിട്ട് കുഴച്ചതിന് ശേഷം ഈ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ കൈകൊണ്ട് കുഴക്കുന്നതാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൈകൊണ്ട് നല്ലോണം വലിച്ച് സോഫ്റ്റ് ഡോ ആകുന്നവരെ കുഴച്ചെടുക്കുക. ഇനി ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുഴച്ചെടുക്കുന്നതാണെങ്കിൽ ആദ്യം കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം തന്നെ പൊടിയും വെള്ളവും എല്ലാം ഇതിലിട്ട് കുഴക്കുന്നതാണെങ്കിൽ മിക്സി കഴുകിയെടുക്കാൻ തന്നെ നല്ല പണിയുണ്ടാവും കേട്ടോ. ആ പണി കുഴച്ചെടുക്കാനുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്താൽ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറ് കാണിച്ചിട്ടില്ലേ, ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം മുകളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ഡബിൾ സൈസ് ആകുന്നവരെ, നാട്ടിലിപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് 1 മണിക്കൂർ വെക്കുമ്പം തന്നെ ഡബിൾ സൈസ് ആയിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലിങ് കൊണ്ട് കവർ ചെയ്താലും മതി. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 മുറി ചെറുനാരങ്ങ നീര്, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലകളെല്ലാം ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇത് കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിപ്പം വേറൊരു സ്നാക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ആ ടൈം വരെ അവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്നാക്ക് ബനാന കട്ട്ലറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ ബനാന വെച്ചിട്ട് കട്ട്ലറ്റ് നല്ല ടേസ്റ്റാണ്. ഇതിൽ ഈത്തപ്പഴവും എല്ലാം കൂട്ടിയിട്ട് ഉണ്ടാക്കലുണ്ട്. ഞാനിപ്പം ബനാന മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നല്ലോണം കട്ടിയൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്ത് അവിടെ മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെച്ചിന് അതിലേക്ക് നട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ബനാന കട്ട്ലറ്റിൽ നട്ട്സ് മസ്റ്റ് ആയിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ ബദാം ആയാലും നല്ല ടേസ്റ്റാണ്. മുന്തിരി നിർബന്ധമില്ല. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ, അണ്ടിപ്പരിപ്പ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഈത്തപ്പഴം ചേർക്കുന്നതാണെങ്കിൽ തേങ്ങ ചേർക്കുന്നതിന് മുന്നേ നെയ്യിൽ ഒരു 2 മിനിറ്റ് ഈത്തപ്പഴം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ വറുത്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിന്. അപ്പോൾ മധുരം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഈത്തപ്പഴം ചേർക്കുന്നതാണെങ്കിൽ മധുരം തീരെ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല പഴുത്ത പഴമാണെങ്കിൽ പഴത്തിൻ്റെ മധുരം തന്നെ ഉണ്ടാവും. തേങ്ങ ചെറുതായിട്ട് വറവായിട്ട് വന്നാൽ ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുക. നല്ലോണം കട്ടയൊന്നും ഇല്ലാതെ ഉടച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കുക. തേങ്ങൻ്റെ കളറൊന്നും ചേഞ്ച് ആവാൻ നിൽക്കണ്ട. സാധാരണ തേങ്ങൻ്റെ മസാല ആക്കും പോലെ വറുത്തെടുത്താൽ മതി. ഇനി പഴവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സാക്കി എടുക്കുക. തേങ്ങയും നട്ട്സും എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇക്കാൻ്റെ വീട്ടിലേക്ക് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഇക്കാൻ്റെ ഉമ്മ ചിക്കന്, ബീഫ്, മുട്ട ഇതൊന്നും കഴിക്കൂല. മീൻ കഴിക്കും. ഞാൻ എന്നിട്ട് ചെമ്മീൻ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിന്. പക്ഷെ എനിക്ക് ചെമ്മീൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പഴത്തിൻ്റെ കട്ട്ലറ്റ് ആക്കാമെന്ന്.
ഇതിപ്പം കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് പൊടിച്ചെടുക്കുന്നതാണ്. തലേ ദിവസം ബ്രെഡിൻ്റെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ സൈഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിന്. അത് പൊടിച്ചെടുത്തതാണ്. അതാണ് ബ്രൗൺ കളറ്. പക്ഷേ ഈ ഒരു സ്നാക്കിനെല്ലാം ഈ ഒരു കളറിൽ കോട്ടായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. സൈഡ് മാത്രം എടുത്തിട്ട് പൊടിക്കുമ്പോൾ പിന്നെ ആ വൈറ്റ് പാർട്ട് മാത്രം എടുത്തിട്ട് പൊടിക്കുമ്പോൾ നല്ല വൈറ്റ് കളറിൽ കിട്ടും. പിന്നെ എണ്ണയിൽ പൊരിക്കുമ്പോൾ എന്തായാലും കളർ ചേഞ്ച് ആവുമല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡ് ഭാഗം പൊടിച്ചതാണ് ഈ ഒരു കട്ട്ലറ്റിന് നല്ലതായിട്ട് തോന്നുന്നത്. ഇനി ഞാൻ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയല്ല എടുക്കുന്നത്, കോൺഫ്ലോറാണ് എടുക്കുന്നത്. ഇക്കാരം ഉമ്മ മുട്ടയും കൂട്ടൂല. പിന്നെ കട്ട്ലറ്റിനെല്ലാം ഇതുപോലെ കോൺഫ്ലോറിലോ മൈദയിലോ മുക്കിയിട്ട് പൊരിക്കുന്നതാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുത്തതാണ്. ഇങ്ങനെ ചെയ്താൽ ഒട്ടും എണ്ണ കുടിക്കില്ല. നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിക്കുമ്പം എണ്ണ ചെറുതായിട്ട് കുടിക്കുന്ന പോലെ. ഇനിയിപ്പോൾ സ്പൈസി കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ചിക്കൻ്റെ ബീഫിൻ്റെ എല്ലാം കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിലും ഇതുപോലെ കോൺഫ്ലോറിലോ മൈദയിലോ മുക്കിയിട്ട് പൊരിച്ചാൽ എണ്ണ കുടിക്കാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ ഈ മൈദയും മുട്ടയും വെള്ളവും കൂടെ നല്ലോണം അടിച്ചെടുത്തിട്ട് ചേർക്കാം. മുട്ടയിൽ മാത്രമായിട്ട് ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കുമ്പോഴാണ് എണ്ണ കുടിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരുന്നിട്ട് ആദ്യം ഇതെല്ലാം ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ കോൺഫ്ലോറിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികവും ഇതുപോലെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇരുന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുറേ ടൈം നിന്നിട്ടെടുക്കുമ്പോൾ നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും കേട്ടോ. ആകെ തളർന്ന പോലെ ആവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഇങ്ങനെ ഷേപ്പാക്കി വെച്ചതിന് ശേഷം ബാക്കി കുട്ടികളാണ് ചെയ്തെടുക്കുന്നത്. കോൺഫ്ലോറിലും ബ്രെഡ് ക്രംസിനെല്ലാം മുക്കിയെടുക്കുന്നത് കുട്ടികളാണ്. അപ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇവരെ കട്ട്ലറ്റ് ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. ഈത്തപ്പഴം ചേർത്താലും നല്ല ടേസ്റ്റാണ്. എനിക്ക് അതിൽ ചേർക്കാൻ പറ്റിയ ഈത്തപ്പഴം ഉണ്ടായിട്ടില്ല, അതാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നട്ട്സും ചേർക്കുക. അതിൽ നട്ട്സ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ മോളും ഞാനും കൂടെ ഇങ്ങനെ ആക്കി വെക്കുന്നതാണ്. അപ്പോഴേക്കും മാസിയും വന്നിട്ടുണ്ടായിന്. മാസി പറഞ്ഞു അവന് ഇങ്ങനത്തെ പണിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിന്. അതിനുശേഷം പിന്നെ ഇവർ രണ്ടാളും കൂടെ തന്നെ എല്ലാം കോട്ട് ചെയ്ത് വെച്ചത്. ഇതിപ്പോൾ വൈകുന്നേരം ഒരു 5:30 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മാസിനോട് ഇത് ആക്കാനും പറഞ്ഞിട്ട് അടുത്ത സ്നാക്ക് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുമുണ്ട്, ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട്ലറ്റെല്ലാം ഉണ്ടാക്കുമ്പം ഒരു കൈ കൊണ്ട് ഡിപ്പ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താൽ ബ്രെഡ് ക്രംസിൽ അധികം ഇങ്ങനെ കട്ട പിടിക്കാതെ നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ ബാക്കി ബ്രെഡ് ക്രംസ് എല്ലാം കളയേണ്ടി വരലുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. ആ ടൈമിൽ ചിക്കന് ഫ്രൈ ആക്കാൻ വെക്കലാണ്. ചിക്കന് ഒരുപാട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ മുക്കി എടുത്ത് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലത്തെ സ്നാക്കെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 1-2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലോ തന്നെ ഒഴിക്കാൻ നോക്കുക. ഫ്ലേവർ ഇല്ലാത്ത ഇതുപോലത്തെ സ്നാക്സിനെല്ലാം. നാടൻ പലഹാരത്തിലെല്ലാം ആണെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കൽ. ഇതിപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ആയതേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ നല്ല ചൂടല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊന്തി വരും കേട്ടോ. ഇതിപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ബോൾസാക്കിയിട്ട് പരത്തിയെടുക്കലാന്ന്. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഈസ്റ്റ് വാങ്ങിച്ചാൽ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഈസ്റ്റ് ചേർക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ചേർക്കണ്ട. ഇതിപ്പോൾ 4 കപ്പ് മൈദക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് മാത്രമാണ് ചേർത്തത്. നല്ല ഫ്രഷ് ഈസ്റ്റ് അല്ലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കൾ. ഇനി ഇത് ഫ്രൈ ആക്കാനേ ഉള്ളൂ. പിന്നെ ഇക്കാൻ്റെ വീട് എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളെന്ത് ഉണ്ടാക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല. ഇങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരുപാട് ഉണ്ടാക്കിയാൽ വേസ്റ്റാവും. എന്താ വെച്ചാൽ അവിടെ നിന്നും കുറേ ഉണ്ടാക്കും. അതുകൊണ്ട് കണക്കായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നോമ്പായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് കഴിക്കാനും പറ്റൂലല്ലോ.
ചിക്കൻ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. ഇത് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ ടേബിൾ തുടച്ചെടുക്കുന്നതാണ്. പെട്ടെന്ന് ഉറുമ്പ് വരും കേട്ടോ. ഞാൻ ഒരുപാട് സൊല്യൂഷൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് നോക്കി, പക്ഷെ ഉറുമ്പ് ആ തുടക്കുമ്പം പോകും, പിന്നെയും ഉണ്ടാവും, ആദ്യമേ വരും. ഈ ഉറുമ്പ് വരാതിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. ഭയങ്കര ശല്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഒന്നും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ തുള്ളി വീണാൽ മതി, അപ്പം തന്നെ ഒരുപാട് ഉറുമ്പ് അങ്ങനെ വരും. ചിക്കൻ ഫ്രൈ ആക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 4 കപ്പ് മൈദക്ക് ഒരു 24 ചെറിയ ബോൾസാണ് ആക്കുന്നത്. അപ്പോൾ വലിയ ബോളല്ല കേട്ടോ, ഇത് ചെറിയ പൂരിൻ്റെ വലുപ്പത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് തിന്നായിട്ടല്ല, ചെറിയൊരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. ബട്ടൂര ഖമീറൊക്കെ എല്ലാം പരത്തുന്ന പോലെ ചെറിയൊരു തിക്നെസ്. ഒരുപാട് തിക്നെസ് ആവാനും പാടില്ല, ഒരുപാട് തിന്നായിട്ട് പരത്താനും പാടില്ല. വീഡിയോയിൽ കാണുന്ന തിക്നെസ്സിലും വലുപ്പത്തിലും പരത്തിയെടുക്കുക. ഞാനിപ്പം ബാക്കിയെല്ലാം പരത്തിയെടുക്കുന്നുണ്ട്. പകുതിയോളം പരത്തി വെച്ചിട്ടുണ്ട്. ഇത് പിസ്സ കപ്പല്ലേ, അപ്പോൾ ഇതുപോലത്തെ കപ്പ് മോൾഡിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് ഒരു ടൈമിൽ 12 എണ്ണം വെക്കാൻ പറ്റും. അപ്പോൾ 12 എണ്ണമാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിന്. ഇനി നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ല, ഇതുപോലത്തെ കപ്പ് മോൾഡ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഈ ഒരു ആകൃതിയിൽ വരുന്ന ബൗൾ എടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അടിയിൽ തട്ട് വെച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കുക. ഒരു 3-4 വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയ കപ്പിലാകുമ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ, ഒരു 4-5 കുറച്ച് വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമെല്ലാകുമ്പോൾ കുറച്ചധികം വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേറൊരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും 10 മിനിറ്റ് ചെറുതായിട്ട് വെള്ളം ഒന്ന് പച്ചവെള്ളം അതിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി 10 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഇത് ഒരുപാട് വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നത് കാണണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സ്റ്റൗ ടോപ്പിൽ അങ്ങനെ ഇതുപോലത്തെ എല്ലാ ഐറ്റംസും, ഓവനിൽ ചെയ്യുന്ന എല്ലാ ഐറ്റംസും സ്റ്റൗ ടോപ്പിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ആ 12 എണ്ണം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. പിന്നെ നല്ലോണം പൊങ്ങി വരുന്നത് കൊണ്ട് ഫോർക്ക് വെച്ചിട്ട് നല്ലോണം കുത്തി കൊടുക്കുക കേട്ടോ. അടിയിൽ മാത്രം കുത്തി കൊടുത്താൽ മതി, സൈഡിലൊന്നും കുത്തേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ആദ്യം വെക്കുന്നത് പിസ്സ സോസാണ്. ഞാൻ പിസ്സ സോസ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഈ പിസ്സ സോസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇനി പിസ്സ സോസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ എടുത്തിട്ട് അതിൽ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുത്താൽ മതി. പിസ്സ സോസ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സോസ് വെച്ച് കൊടുത്തതിന് ശേഷം മോസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ ചിക്കൻ പീസസ് ആയതുകൊണ്ട് തന്നെ ഒരു 3-4 വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്കെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. മാവ് കുഴച്ച് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചാൽ പിന്നെ എല്ലാം പെട്ടെന്നാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതുപോലത്തെ സ്നാക്കെല്ലാം ഉണ്ടാക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പരത്തി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി അങ്ങനത്തെ സ്നാക്കിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലത്തെ എല്ലാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കും ഉള്ളിയും വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ പിസ്സൻ്റെ മുകളിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുത്താൽ നല്ലതാണ്. പിന്നെ നല്ല കളർഫുള്ള് ക്യാപ്സിക്കം, റെഡ് യെല്ലോ കളറിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും വെച്ചാൽ കാണാൻ നല്ല ഒരു ലുക്ക് ഉണ്ടാവും. ഇനി ഉള്ളിയും ക്യാപ്സിക്കം വെച്ച് കൊടുത്തതിൻ്റെ മേലെയും കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. തായും മേലെയും ചീസ് വെച്ച് കൊടുക്കണം, എന്നാലാണ് കേട്ടോ ആ ഒരു കറക്റ്റ് പെർഫെക്റ്റായിട്ട് ആ ഒരു വെലിഞ്ഞ ആ ഒരു ടെക്സ്ചറിൽ പിസ്സ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒലിവ്സ് വെച്ച് കൊടുക്കുക. ഒലിവ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 2-3 വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഒന്നുമില്ല, ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലത്തെ ഒരുപാട് സ്നാക്ക് റെസിപ്പീസ് ഉണ്ട്, കുറേയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുറേ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഉണ്ട്. ഒരു ടീ പാർട്ടി വ്ളോഗ് ചെയ്തിട്ടുണ്ട്, അതിലും ഈ ഒരു സ്നാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ റമദാന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലും ഇതുപോലത്തെ വെറൈറ്റിയിൽ വരുന്ന കുറച്ച് സ്നാക്ക് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിപ്പോൾ ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്.
ആ ടൈമിൽ ബനാന കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന സ്നാക്കെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കുക, എന്നാൽ എണ്ണ കുടിക്കില്ല. ഇതിപ്പം എല്ലാം വെന്ത സാധനമാണല്ലോ, ഒന്നും വേവാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. എനിക്ക് പൊതുവെ ഓവനിൽ ഉണ്ടാക്കുന്നതെല്ലാം നല്ല ഇഷ്ടമാണ്. ഒന്നാമത് ഓയിൽ ഫ്രീ സ്നാക്കും ആണ്, പിന്നെ അത് അവിടെ വെച്ച് കൊടുത്താൽ ആ ടൈമിൽ വേറെ പണി എടുക്കാനും പറ്റും. നമ്മളത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ടൈം വെച്ച് കൊടുത്താൽ ആ ടൈം ആകുമ്പോൾ റെഡി ആവുമല്ലോ. ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഓവനിൽ ഉണ്ടാക്കുന്നതും ചെയ്യും, ഒന്ന് എണ്ണയിൽ ഫ്രൈ ആക്കുന്നതും, പിന്നെ പോള പോലത്തെ കുംസ് പോലത്തെ ഐറ്റംസും ചെയ്യും. എന്നാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ആദ്യം ഇട്ട കട്ട്ലറ്റ് മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത് ഇട്ട് കൊടുത്തതാണ്. കുറച്ച് ബ്രെഡ് ക്രംസ് എല്ലാം എണ്ണയിലുണ്ടാവും, പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ച് അധികം അങ്ങനെ എണ്ണയിൽ പോകില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഒരുപാട് എണ്ണയിലേക്ക് ഈ ബ്രെഡ് ക്രംസ് പോകുന്നത്. ഇതിപ്പോൾ 15 മിനിറ്റ് കൊണ്ട് പിസ്സ കപ്പ് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല മഞ്ചുള്ള അപ്പമാണ് കേട്ടോ. എന്തെങ്കിലും പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും നോക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നല്ല മഞ്ചാണ് കേട്ടോ ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മേലെ പിസ്സ സോസ് ഒന്ന് ആക്കി കൊടുക്കണം. ഞാൻ ആദ്യം ആക്കാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, സ്നാക്സും പുഡിങ്ങും എല്ലാം കൊണ്ടുപോകലാണ്. അപ്പോൾ ഇത് നേരിട്ട് കാണാൻ നല്ല മഞ്ചാണ് കേട്ടോ. ആ വീഡിയോയിൽ എനിക്ക് അത്ര മഞ്ചായിട്ട് തോന്നുന്നില്ല, അതിനേക്കാളും മഞ്ചാണ്. ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഒമാൻ ഒഴികെ ബാക്കി എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. ഈദ് ഷോപ്പിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ നാട്ടിലെ ഈദ് ഷോപ്പിംഗ് അറിയാമല്ലോ, ഒരുപാട് ആൾക്കാരുണ്ടാവും, നമുക്കവിടെ നിൽക്കാൻ തന്നെ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് വിചാരിച്ച പോലെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈദിനിടുന്ന ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഈദ് വ്ളോഗ് ഈ പ്രാവശ്യം എടുക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് ചെയ്യും. എനിക്ക് ഈദിൻ്റെ തലേന്നും പിറ്റേന്നും എല്ലാം നല്ല പണിയുണ്ടാവും. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നറിയില്ല, പറ്റുന്നത്ര എടുക്കാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. ഈ വർഷത്തെ റമദാന് പെട്ടെന്ന് കഴിഞ്ഞതുപോലെയാണ് തോന്നുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി ഒരുപാട് വർഷവും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഈദ് ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ. ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ പകുതി സബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. യൂട്യൂബ് അനലിറ്റിക്സിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസ് വ്ളോഗ്സായിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.